പഴവും പാലും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. ഇത് 2 എണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വൈകുന്നേരത്തെ ചായക്കുള്ള പലഹാരം നല്ല ഫില്ലിംഗ് ആയിരിക്കും. നന്നായി പഴുത്ത 2 നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നോൺ സ്റ്റിക്ക് സോസ് പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് റവ, വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 3 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വറുക്കാത്ത റവയും എടുക്കാമെന്ന് പറഞ്ഞത്. അത് മാറ്റിവെക്കാം. വീണ്ടും ആ സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴ കഷ്ണങ്ങൾ അതിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നല്ല പഴുത്ത പഴമാണെങ്കിൽ 5 മിനിറ്റിൽ വെന്ത് കിട്ടുന്നതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങയും 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്യാം. പഞ്ചസാര നല്ല വെള്ളം പോലെ അലിഞ്ഞ് തേങ്ങയും പഴവുമായി നന്നായി മിക്സ് ആയിട്ട് വന്നതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പാക്കറ്റ് പാല് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരണം. പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കണം. പാലും വെള്ളവും എല്ലാം നന്നായി വറ്റി നോൺ സ്റ്റിക് പാത്രത്തിൽ വിട്ടുപോരുന്ന പരുവം വരെ ഇളക്കി കൊടുക്കണം. ഇത് ഈ സോസ് പാനിൽ നിന്നും മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. ഇതിനി ചൂടാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ടാവും. ചെറു ചൂടിലാണെങ്കിലും നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടാവുമ്പോൾ ഇതിൽ നിന്നും ഓരോ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ബോളാക്കി ഉരുട്ടിയെടുക്കുന്നതാണ് ഏറ്റവും നന്നായി വരിക. ഇനി നിങ്ങൾക്ക് നട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ മാവും നന്നായിട്ട് ഇതുപോലെ ബോൾസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. വീണ്ടും സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബോൾസ് ഇട്ടുകൊടുത്ത് ഒന്ന് ചെറിയ ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് വറുത്തെടുക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.